സൺറൈസ് ഹൈദരാബാദിനെതിരെ അടിച്ചുകൂട്ടിയ 264 റൺമല കയറിയുള്ള വരവായിരുന്നു. ആ വരവിന്റെ മഹിമയും ആത്മവിശ്വാസവും കയ്യിൽ വെച്ചാൽ മതി. ഇത് കോഹ്ലിപ്പടയാണ്. ഇവിടെ അതൊന്നും വില പോകില്ല. മാളത്തിൽ കയറി പണിതവരെ അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ് RCB കൊന്നുതൂക്കിയത്. റോയൽസിന്റെ ഹെസൽവുഡും ഭുവനേശ്വർ കുമാറും ഡൽഹിയെ ഏറുകൊണ്ട് എറിഞ്ഞൊതുക്കി. ക്യാപിറ്റൽസിനെ തകർത്ത് തരിപ്പണമാക്കാനായിരുന്നു സ്വന്തം തട്ടകത്തിൽ വിധിച്ചിരുന്നത്. ബാംഗ്ലൂരു ബൗളിംഗ് ഡൽഹിയുടെ ബാറ്റിംഗിൽ വിനാശം വിധിച്ചു മടങ്ങുമ്പോൾ 16 ഓവറിൽ 75 റൺസ് മാത്രമേ അടിച്ചുകൂട്ടാൻ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. ഡൽഹിയുടെ ബാറ്റിംഗ് ഇന്നിംഗ്സ് തുടങ്ങിയത് തന്നെ വൻ ദുരന്തത്തോടെയായിരുന്നു. പിച്ചിന്റെ വേഗതയും ബൗൺസും കണക്ക് കൂട്ടുന്നതിൽ ഡൽഹി ഓപ്പണർമാർക്ക് വലിയ പിഴവ് പറ്റി. ആദ്യ ഓവർ മുതൽ തന്നെ RCB ബൗളർമാർ സമ്മർദ്ദം ചെലുത്തി. കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ RCB പേസർമാർക്ക് മുമ്പിൽ ഡൽഹിയുടെ മുൻനിര തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. വെറും 13 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഡൽഹി IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം പവർ പ്ലേ സ്കോറിലേക്ക് വീഴുകയായിരുന്നു. ഓസ്ട്രേലിയൻ താരം ജോസ് ഹെസൽവുഡ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലുകളിലൊന്നാണ് ഇന്നലെ പുറത്തെടുത്തത്. ഡൽഹിയുടെ മുൻനിരയെ വിറപ്പിച്ച അദ്ദേഹം പന്തിന്റെ വേഗതയിൽ വരുത്തിയ മാറ്റങ്ങൾ ബാറ്റിംഗ് നിരയെ വട്ടം കറക്കി. 4 ഓവറിൽ വെറും 12 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 സുപ്രധാന വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത്. സ്റ്റെമ്പിന് ലക്ഷ്യം വെച്ചുള്ള അദ്ദേഹത്തിന്റെ യോർക്കറുകളും കൃത്യതയാർന്ന ബൗൺസറുകളും ഡൽഹി ബാറ്റിംഗിന്റെ നട്ടലൊടിച്ചു. ഹെസൽവുഡിന് മറുവശത്ത് ശക്തമായ പിന്തുണ നൽകിയത് പരിചയസമ്പന്നനായ ഭുവനേശ്വർ കുമാറാണ്. തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയ ഭുവി പന്തിനെ ഇരുവശങ്ങളിലേക്കും സ്വിംഗ് ചെയ്ത് ഡൽഹി ബാറ്റർമാരെ പ്രതിരോധത്തിലാക്കി. വെറും 5 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തിയ അദ്ദേഹത്തിന്റെ പ്രകടനം RCBക്ക് മത്സരത്തിൽ പൂർണ്ണ ആധിപത്യമാണ് നൽകിയത്. കഴിഞ്ഞ മത്സരത്തിലെ ആ വലിയ സ്കോറിന്റെ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ ഡൽഹിക്ക് പിച്ചിന്റെ സ്വഭാവം തിരിച്ചറിയുന്നതിൽ പരാജയം സംഭവിച്ചു. ആദ്യ ഓവറുകളിൽ തന്നെ വിക്കറ്റുകൾ സുരക്ഷിതമാക്കുന്നതിന് പകരം അനാവശ്യമായ വലിയ ഷോട്ടുകൾക്ക് മുതിർന്ന് ടീമിന് വിനയായി. ടീം തന്ത്രങ്ങൾ മെനയുന്നതിൽ വന്ന പാളിച്ചയും കളിക്കാർ തമ്മിലുള്ള ആശയവിനിമയക്കുറവും മൈതാനത്ത് പ്രകടമായിരുന്നു. സമ്മർദ്ദഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു സീനിയർ താരം പോലും ഇല്ലാത്തത് ഡൽഹിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഡൽഹി ക്യാപിറ്റൽസിനിടയിൽ എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ വാലറ്റത്ത് അഭിഷേക് പോറൽ നടത്തിയ ചെറുനിൽപ്പ് മാത്രമാണ് ടീമിന് ആശ്വാസമായത്. 30 റൺസ് നേടിയ പോറൽ വിക്കറ്റുകൾ വീഴുന്നതിനിടയിലും ശാന്തനായി ബാറ്റ് വീശി. RCB ബൗളർമാരെ നേരിട്ടെന്ന് തോന്നിപ്പിച്ച ഏക ഡൽഹി ബാറ്റർ അദ്ദേഹമായിരുന്നു. പോറലിന്റെ ഈ ഇന്നിംഗ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹിയുടെ സ്കോർ 50 കടക്കില്ലായിരുന്നു. ബൗളിങ്ങിന് പുറമെ RCBയുടെ ഫീൽഡിംഗ് പ്രകടനവും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. അതിർത്തി വരവിൽ ഡൈവ് ചെയ്ത് റണ്ണുകൾ തടഞ്ഞും ക്യാച്ചുകൾ എടുത്തും RCB താരങ്ങൾ ഡൽഹിയെ ശ്വാസം മുട്ടിച്ചു. ക്യാപ്റ്റൻ രജത് പാട്ടിദാറും വിരാട് കോഹ്ലിയും ഗ്രൗണ്ടിൽ പുലർത്തിയ ആത്മവിശ്വാസം സഹതാരങ്ങളിലേക്കും പ്രചോദിപ്പിച്ചു. ഈ ഫീൽഡിംഗ് മികവ് കാരണം ഡൽഹിക്ക് സിംഗിൾ റണ്ണുകൾ പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ 16.3 ഓവറിൽ വെറും 75 റൺസിന് ഡൽഹി ക്യാപിറ്റൽസ് ആയുധം വെച്ച് കീഴടങ്ങി. ഒരു പ്രമുഖ IPL ടീമിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്കോറായിരുന്നു അത്. RCBയുടെ ബൗളിംഗ് പ്ലാനിങ്ങും അത് നടപ്പിലാക്കിയ രീതിയും അത്രത്തോളം കൃത്യതയായിരുന്നു. ഗാലറിയിലിരിക്കുന്ന ഡൽഹി ആരാധകർ നിശബ്ദമായപ്പോൾ RCB ആരാധകർ വിജയമുറപ്പിച്ചു കഴിഞ്ഞു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ RCBക്ക് വിരാട് കോഹ്ലി ഒരു ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കി. IPL ചരിത്രത്തിൽ 9000 റൺസ് തികക്കുന്ന ആദ്യ താരമെന്ന ബഹുമതി കോഹ്ലിക്ക് സ്വന്തമായി. നോർമലായി ബാറ്റ് ചെയ്ത അദ്ദേഹം ഡൽഹി ബൗളർമാർക്ക് യാതൊരു അവസരവും നൽകിയില്ലായിരുന്നു. ലക്ഷ്യം വളരെ ചെറുതായതിനാൽ തന്നെ റൺ റേറ്റ് ഉയർത്താനായിരുന്നു RCBയുടെ ശ്രമം. യുവതാരം ദേവദത്ത് പടിക്കൽ തുടക്കം മുതൽ തന്നെ തകർത്തടിച്ചു. വെറും 13 പന്തിൽ 34 റൺസ് അടിച്ചുകൂട്ടിയ പടിക്കൽ ഡൽഹി ബൗളർമാരെ നിഷ്പ്രഭമാക്കി. പടിക്കലിന്റെ ബാറ്റിംഗ് മികവ് RCBയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ആകെ 1 വിക്കറ്റ് മാത്രമാണ് ഡൽഹിക്ക് വീഴ്ത്താനായത്. സ്പിന്നർമാരെ വൈകി ഉപയോഗിച്ചതും പേസർമാർക്ക് തുടക്കത്തിൽ താളം കണ്ടെത്താൻ കഴിയാത്തതും ഡൽഹിയുടെ തോൽവിയുടെ ആഘാതം കൂട്ടി. ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഡൽഹിക്ക് ആത്മവിശ്വാസം തീരെ കുറവായിരുന്നു. വെറും 6.3 ഓവറിൽ 76 റൺസ് നേടിയ RCB 9 വിക്കറ്റുകളുടെ വിജയ കൂടി പാറിക്കുകയായിരുന്നു. 81 പന്തുകൾ ബാക്കി നിൽക്കെ നേടിയ ഈ വിജയം അവരുടെ റൺ റേറ്റ് വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബൗളിംഗ്, ബാറ്റിംഗ്, ഫീൽഡിംഗ് എന്നീ 3 മേഖലകളിലും RCB പൂർണ്ണമായും ഡൽഹിയെ മറികടന്നു.
ഡൽഹിക്ക് അവരുടെ പിഴവുകൾ തിരുത്താൻ ഒരുപാട് പാഠങ്ങൾ നൽകിയ ഒരു മത്സരമായിരുന്നു ഇത്. ഈ വിജയത്തോടെ രാജാവും കൂട്ടരും പ്ലേ ഓഫ് വാതിലുകൾ മുട്ടിത്തുടങ്ങുകയാണ്. വീണ്ടൊരിക്കൽ കൂടി കിരീടധാരികൾ എന്ന ഖ്യാതി നിലനിർത്താൻ RCBക്ക് സാധിക്കുമോ? വെയിറ്റ് ആൻഡ് സീ.